ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഇവിടെ കുറച്ചും കൂടി ലൈറ്റ് കിട്ടുന്ന സ്ഥലമുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഒരു ഇരുട്ട് പിടിച്ച പോലെയാണ്. വീഡിയോ എടുത്താലും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ജിമിക്കി ഭ്രാന്തിയാണ്. കാരണം എന്നോട് പണ്ട് മുതൽക്കേ ഒരു 8-9 ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയ ക്രേസാണ് കമ്മലിനോട്. അതും ജിമിക്കി മാത്രം. എവിടെ പോയാലും കടകളിൽ കയറി കഴിഞ്ഞാൽ ചേച്ചി ജിമിക്കി ഉണ്ടാ. കാരണം ആ ടൈമിൽ എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് എൻ്റെ ഫേസിൽ ചേരുന്നത് ജിമിക്കാന്നാണ്. പക്ഷെ ഇന്ന് അത് ആ സത്യം ഞാൻ മനസ്സിലാക്കി, കാരണം ചേരത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾ പറഞ്ഞു, നീ എന്തിനാ ഈ വലിയ പതക്കം പോലത്തെ കമ്മലൊക്കെ ഇട്ട് നടക്കണം, എൻ്റെ അമ്മക്ക് ഇഷ്ടമല്ല, ആൻറ്റിക്ക് ഇഷ്ടമല്ല. ഇവരൊക്കെ എന്നോട് വലിയ കമ്മലിടുമ്പോൾ എപ്പോഴും വഴക്ക് പറയലുണ്ട്, കാരണം അതൊന്നും ചേരില്ല, നിനക്ക് ചേരുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ അതൊന്ന് തീരുമാനിച്ചാൽ ഇതേ ചേരത്തുള്ളൂ. പിന്നെന്ത് ചെയ്യട്ടെ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ കുറച്ച് നാളൊന്ന് സിമ്പിളായിട്ട് നടന്നു നോക്ക്, അധികം മേക്കപ്പ് ഒന്നും ഇല്ലാതെ. കണ്ണിനൊക്കെ ഞാൻ ഐലൈനർ ഇടാണ്ട് പുറത്ത് പോകാറില്ല. ഞാൻ ചില സമയത്ത് വീട്ടുകാരോട് തന്നെ പറയും, ഞാനെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൺമഷി ഐലൈനറൊക്കെ ഇട്ടിട്ടേ വിടാവുന്നു, എന്താ വെച്ചാൽ ചിതയിലേക്ക് എടുക്കാവുന്നു. കാരണം അത്രയും എനിക്ക് ചില കാര്യങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പം അവൾ പറഞ്ഞു, നീ ഒന്ന് കണ്ണെഴുതാണ്ടും ഇതുപോലെ വലിയ ജിമിക്കൊക്കെ ഇടാണ്ടൊന്ന് നടന്നു നോക്കിയേ, എത്ര ഭംഗിയുണ്ട്, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി, റെഡി. അന്ന് അവൾ പറഞ്ഞ ശേഷം ഞാൻ ഒരാഴ്ചയായിട്ട് തന്നെ ഈ കമ്മൽ സിമ്പിൾ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ പറ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ വന്നിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 2 വർഷം ബാക്ക്, 3 വർഷം ഏകദേശം ആയിട്ടുള്ള കമ്മൽ വരെ ഇതിനകത്തുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ കമ്മലൊന്നും അധികം സൂക്ഷിക്കുന്ന വ്യക്തിയല്ല. നമ്മൾ ഒരു സാധനം ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് വൈകുന്നേരം വന്ന് ഊരി എവിടെ എവിടെയും കളഞ്ഞു. പിന്നെ അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ അതേ ഡ്രസ്സ് ഇടുമ്പോൾ ആയിരിക്കും ഓർമ്മ വരും, അയ്യോ അന്നത്തെ കമ്മൽ എവിടെ പോയി, അപ്പോൾ ഇതിന് അതിൻ്റെ ഒരെണ്ണം കാണൂല. അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നത് കാരണം തന്നെ ഞാൻ പയ്യന്നൂർ പോയപ്പോൾ ഓർമ്മിച്ച് മേടിച്ച കണ്ടെയ്നറാണ് ഇത്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 2 എണ്ണം വരുന്നതാണ്. ഈ ഒരു സാധനത്തിൽ 2 എണ്ണം, ഇതുപോലെ 4 എണ്ണം 5 എണ്ണം അട്ടിക്കട്ടിക്ക് വരുന്ന ഒരു സംഭവം വേറെ ഉണ്ട്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് 145 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ ഇതിൽ വെക്കാനും പറ്റും. ഇപ്പം എനിക്ക് ഒത്തിരി ഒന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായല്ലോ, ഒത്തിരി ഒന്നുമില്ല. പിന്നെ വെച്ചാൽ ഏതൊരു ബോക്സിനകത്തേക്കും നമ്മൾ കമ്മലുകൾ ഒത്തിരി കുത്തി നിറക്കാണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് തക്കത്തക്ക വിധം ഇടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മേലെ ജിമിക്ക് മാത്രം ഇട്ട് താഴ്വശത്ത് ചെറിയ ക്ലിപ്പും കാര്യങ്ങളും മോളൂട്ടീൻ്റെ കുറച്ച് സാധനങ്ങൾ താഴെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കല്യാണത്തിനൊക്കെ പോകാനാകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. കമ്മൽ എൻ്റെ അടുത്ത് ഉള്ളതാണ് കൊടുക്കും. അപ്പം എനിക്ക് എൻ്റെ കളക്ഷൻസിൽ എല്ലാ ജിമിക്കി എന്ന് പറയുന്നത് കാണുന്നുണ്ടോ, എല്ലാം ഒട്ടുമിക്ക വലിയ വലിയ സാധനങ്ങളായിരിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ ഇടുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇട്ടിട്ട് പോകുമ്പോൾ എനിക്കൊരു ചമ്പലില്ലെങ്കിൽ വീട്ടുകാർക്കാണ് ചമ്പൽ, ഇവളെന്തും ഈ വേഷം കിട്ടിയിട്ട് വരണേന്ന്. പക്ഷെ നമ്മളെപ്പോലെ ഇല്ലേ ഈ ജിമിക്കി കമ്മലിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രേമുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ഒരിത്. പിന്നെ ഇതൊക്കെ ജിമിക്കി അല്ല കേട്ടോ, ഇത് നാത്തൂൻ എവിടെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുതന്ന സാധനമാണ്. പിന്നെ ഉള്ളത് ഈ ഒരു സാധനം ഇങ്ങനെ വരുന്നത് വെച്ചാൽ എനിക്ക് അധികം ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഇങ്ങനെ തൂങ്ങി ഇറങ്ങി നിൽക്കും, അപ്പോൾ എന്തോ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും എടുക്കുമ്പോൾ ക്യാമറയിൽ ഭംഗിയുണ്ടാവും. പിന്നെ ഉള്ളതാണ്, ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലായിരുന്നു. ഇതിൻ്റെ 2 കളർ എൻ്റെ അടുത്തുണ്ട്. ഈ ഡ്രസ്സ് ഇപ്പം ഇല്ല, ഈ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടാനും പണിയാണ്, അത് വേറെ കാര്യം. കമ്മൽ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതാ, ഈ ഒരു സിൽവർ ടൈപ്പുള്ള കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം എന്താണെന്ന് പറയാം, എത്ര കാലം വേണമെങ്കിലും ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആവാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിനും ഏകദേശം 50 രൂപ 55 രൂപ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഞാൻ എല്ലാം ചെറുപുഴ ഹായൂൺ ജ്വല്ലേഴ്സിൽ നിന്നാണ് അധികം കമ്മൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതുവരെയും ഒരു വർഷമായി ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് തന്നെ ഇത്ര ഒന്നും ആയിട്ടില്ല. ഒരു കളർ ഫെയ്ഡോ അല്ലെങ്കിൽ ഒരു മുത്ത് പൊഴിഞ്ഞു പോകുമോ ഒന്നും ഒരു സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ബ്ലൂ കളർ ഡ്രസ്സ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ വരുന്നത് ഈ ടൈപ്പാട്ടം ബ്ലാക്ക് മെറ്റലിൽ വരുന്നത്. ഇതെനിക്ക് അത്ര ഇഷ്ടമാണോ വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ ഒരു ഡ്രസ്സ് ഇത് ഉള്ളതുകൊണ്ട്, കറുപ്പും നീലയും ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ആ ടൈമിന് മേടിച്ചോന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇത് 2-3 പ്രാവശ്യം അങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഞാൻ ഉപേക്ഷിച്ചാലും മുകളുണ്ടല്ലോ, അവൾ ഇട്ടോളൂ. പിന്നെ ഇതെനിക്ക് ആൻറ്റി തന്നിട്ട് ഉള്ളൊരു കമ്മലാണ് കേട്ടോ. ഇതെല്ലാം അറിയായിരിക്കും, ഒരു ഡാൻസ് ഇപ്പം കൈകൊട്ടി കളിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഡ്രസ്സിന് ഇതങ്ങനെ ഇടാൻ പറ്റത്തില്ല, ഡാൻസ് പരിപാടിക്ക് മാത്രം ഇടാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജിമിക്കല്ല, ഈ ഒരു കമ്മൽ ഇതിൻ്റെ സെറ്റായിരുന്നു. മാലയുണ്ട്, കമ്മലും കൂടി ഉണ്ട്. പക്ഷെ ഇത് നല്ല ഭംഗിയില്ലേ, കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ്.
ഇതൊക്കെ അതിൻ്റെതായ സാരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും എൻ്റെ കൂടുതൽ ഭംഗിയുണ്ടാവുക. പക്ഷെ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മുതൽ കുറേ നാൾ ജിമിക്കികളൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ റിങ് ടൈപ്പുള്ള ചെറിയ ചെറിയ മോഡൽ കമ്മലുകൾ യൂസ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ 4 സ്റ്റഡ്, ഇത് കൂടാതെ ഞാൻ 3 പിന്നെയും കുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 മാത്രമേ ഉള്ളൂ. അതിലൊരെണ്ണം എടുത്ത് കളഞ്ഞു, കാരണം വല്ലാതെ ബുദ്ധിമുട്ടും, മുടിയൊക്കെ അതിനകത്ത് കുടുങ്ങിയിട്ട് ഭയങ്കര ചൊറയായതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ വിശേഷം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ സേഫായിട്ടും കുറേ കാലങ്ങൾ ഒന്നും കേടുകൂടാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ പല ബോക്സും വാങ്ങി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം സ്റ്റോർ ചെയ്യുമ്പം കുത്തി നിറച്ച് വെക്കാതെ കുറച്ച് ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ ദുബലടിക്കുന്നു, ഫ്രീ ആയിട്ട് വെക്കാൻ പാകത്തിലുള്ള കണ്ടെയ്നർ മേടിക്കുക, തരം തിരിച്ച് വെക്കുക. അതായത് ജിമിക്ക് ഒരു സൈഡിൽ വെക്കുക, പിന്നെ സ്റ്റഡ് പോലെയുള്ള കമ്മൽസ് വേറെ വെക്കുക. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാനാണെങ്കിലും ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കുറേ കാലം ഇതുപോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കമ്മൽ വിശേഷം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ലേഡീസ്, ജിമിക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസ് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊന്നും അല്ലെങ്കിലും മാക്സിമം പറ്റുന്ന പോലെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കുറേ നന്ദി. നല്ലൊരു വീഡിയോയുമായി നാളേക്ക് വരുന്നവരേക്കും